ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് നേച്ചർ കവർ. അപ്പം കുറച്ച് കാലമായി വീഡിയോ ഇടാത്തത് തീരെ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളതും അതുപോലെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതുമായ നെയിം സ്ലിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ്. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഒരു നെയിം സ്ലിപ്പ് ഫോട്ടോസൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളത്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം തന്നെ പിക്സാർട്ട് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിക്കേഴ്സ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് റെക്റ്റാങ്കുലർ അങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമുക്കതിൽ ഒരുപാട് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതിലൊരു സിമ്പിളായിട്ടുള്ളത് എന്നാലും ഒരു കുറച്ചൊരു 3D എഫക്റ്റിൽ നിൽക്കുന്നത് പോലെയുള്ള ഒന്നാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവാൻ പറ്റും. പിന്നെ നോർമലി നമ്മുടെ ക്ലാസ്, ഡിവിഷൻ, സബ്ജക്റ്റ്, സ്കൂൾ അതൊക്കെ കൊടുത്ത് നിങ്ങൾ ഇതിൽ കാണുന്നത് പോലെ നോർമൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്കതൊരു ഭാഗത്തേക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഇതിൽ വേറെ എക്സ്ട്രാ എഫേർട്ടോ കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഓരോ സ്റ്റിക്കറും ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായ ടൈം എന്തായാലും എടുക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ റേറ്റ് പറയേണ്ടത്. അപ്പം ഞാനിത് ഫസ്റ്റ് തന്നെ ഒരു ബോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നുള്ളത്. അപ്പോൾ സ്പൈഡർമാൻ്റെതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പൈഡർമാനെ തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഒരുപാട് പിക്സ് നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടും. അപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്നത് എത്രയുള്ള ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഒരു ഫോർ എക്സാമ്പിളിന് സ്പൈഡർമാൻ വെച്ചിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റിക്കറിലേക്ക് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമുക്കതൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കതിൽ ജസ്റ്റ് ഒന്ന് സ്പൈഡർമാനെ കാണുകയും വേണം, എന്നാൽ അതിലേക്ക് ഡീറ്റെയിൽസ് എഴുതിയാൽ കാണണം. ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കാം. അത് നോക്കിയിട്ടായിരിക്കണം നമ്മുടെ ഒപ്പാസിറ്റി എത്ര വേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതേപോലെ നേരത്തെ നമ്മുടെ ക്ലാസ്സും ഡിവിഷനൊക്കെ ടൈപ്പ് ചെയ്തതുപോലെ തന്നെ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിമും കൂടി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ് ആവും. പക്ഷെ അതിൽ ഫോട്ടോസ് കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു സ്പ്ലാഷ് എഫക്റ്റിൽ ഇട്ടിട്ട് അത് ജസ്റ്റ് ആഡ് ഫോട്ടോയിൽ പോയിട്ട് അവിടെ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. പിന്നെ അതിൽ മൾട്ടിപ്ലൈ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് സെറ്റായിട്ട് നിന്നോളും. അപ്പോൾ സ്പ്ലാഷ് എഫക്റ്റിൽ കൊടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ ചെയ്ത് നോക്കാം. ഇനി ഗേൾസിൻ്റെയാണ് കാണിക്കുന്നത്. ഇതുപോലെ പിൻട്രസ്റ്റിൽ പോയിട്ട് നമുക്ക് വേണ്ട ഒരു തീം ഇത് ഞാൻ മൊത്തത്തിൽ കാണിക്കുന്നുണ്ട്. മൊത്തം സ്റ്റിക്കർ തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന രീതിയിൽ. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായത് അതിൻ്റെ ഒരു പോർഷൻ മാത്രം സ്പൈഡർമാൻ വരുന്ന രീതിയിലായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ വേണേലും ഈ ഒരു സ്റ്റിക്കർ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഡിഫറെൻറ്റ് ടൈപ്പ് കാണിക്കുന്നതേ ഉള്ളൂ. അതുപോലെ നമുക്ക് വേണ്ട ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒപ്പാസിറ്റി നന്നായി ഒന്ന് കുറച്ച് കൊടുക്കാം. ആ വീഡിയോ ഞാൻ പറയുന്നതും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. എന്നിട്ട് ഒരു നേരത്തെ പറഞ്ഞ പോലെ ആഡ് ഫോട്ടോയിൽ കുട്ടിയുടെ ഇമേജ് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ മൾട്ടിപ്ലൈ ആണ് ചെയ്തിട്ടുണ്ടായത്. നമുക്ക് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. പക്ഷേ ജസ്റ്റ് ഒരു കളർ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് ഡാർക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫോട്ടോ അതിൽ കറക്റ്റായിട്ട് നിന്നോളും. പിന്നെ നമുക്ക് സ്റ്റിക്കേഴ്സിൽ പോയിട്ട് വേറെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അതിനെ ഒന്നുകൂടി അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. ചില കസ്റ്റമേഴ്സിന് സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആവുന്നതായിരിക്കും ഇഷ്ടം. ചില കസ്റ്റമേഴ്സിന് ഒരുപാട് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളാണ് കസ്റ്റമേഴ്സിൻ്റെ ചോയ്സ് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു പ്രിൻ്റ് എടുക്കുന്നത് ഒരു വിനൈൽ സ്റ്റിക്കർ പ്രിൻ്റാണ്. അപ്പം പ്രിൻ്റ് ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് സെറ്റാക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സെറ്റാക്കി കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ റേറ്റിന് തന്നെ പ്രിൻ്റ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഡിസൈൻ ചാർജും എഡിറ്റിംഗ് ചാർജും ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പം എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായിട്ടുണ്ടാവും. സെറ്റിങ്സിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടെ ലിങ്ക് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് പിന്നെ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുകയേ വേണ്ടൂ. അപ്പോൾ ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ പോകുന്നുള്ള ഒന്നാണ്. സ്കൂൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വീഡിയോ എന്തായാലും ചെയ്യാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ഓർഡേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കസ്റ്റമേഴ്സ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.